ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ്. ഇതിനായിട്ട് ഞാനൊരു 2.5 ലിറ്റർ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റൗവിലോട്ട് വെച്ച് ഞാനൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. തിള വന്ന് നല്ലതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വെക്കണം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറായപ്പോഴത്തേക്ക് ഇത് തണുത്ത്. ഞാൻ സൊസൈറ്റിയിൽ നിന്നാണ് ഈ പാല് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാലാണ്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള പാൽപ്പാട എനിക്കിതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന പാൽപ്പാട നമുക്ക് മാസങ്ങളോളം ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ ഇത് മാസങ്ങളോളം ഇത് കേടാകാതെ, ഐസ് പിടിച്ച് നല്ലതുപോലെ കേടാകാതെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്കിത് ഇത്രയും പാൽപ്പാട ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മാസങ്ങളായി, ഒരു 3 മാസമായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ച പാൽപ്പാടയാണിത്. ഇത്രയും പാൽപ്പാട ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ഒരു 1.5 മണിക്കൂർ ഇത് തണുക്കാനായിട്ട് ഞാൻ വെക്കുകയാണ്. ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ട് വരണം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് തയ്യാറാക്കി എടുക്കണം. ഇത് തയ്യാറാക്കി എടുക്കാൻ ചുവട് കെട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. ഞാനൊരു പാനിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പാൽപ്പാട ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ അരുവിയിൽ നിന്ന് ആ നെയ്യ് വേറിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ മുഴുവൻ പാൽപ്പാടയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പാൽപ്പാട മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. നല്ലതുപോലെ ഇത് അടി കൂട്ടി ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇത് അടി കൂട്ടി ഇളക്കി എടുക്കണം. ഒരു 1.5 മണിക്കൂർ നമ്മളതൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. നമുക്ക് നല്ല പ്യുവർ നെയ്യ് കിട്ടും. നല്ലതുപോലെ അടി കൂട്ടി ഇത് ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ആണോ, ഇപ്പോൾ ഇതിൻ്റെ അരുവിലൊക്കെ നെയ്യ് ഇങ്ങനെ വേറിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നെയ്യൊക്കെ മേളിലോട്ട് വന്നു തുടങ്ങി. ഇപ്പം നല്ല ഒരു നെയ്യുടെ നല്ല മണവും ഉണ്ട്. ആണോ, നെയ്യ് നമുക്കിങ്ങനെ വേർതിരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഹൈ ഫ്ലെയിമിലാക്കരുത്, കരിഞ്ഞു പോകും. നല്ലതുപോലെ നമുക്ക് അടിയിൽ കൂട്ടി ഇത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ ഒന്ന് കറുത്ത് നല്ലതുപോലെ പതഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പരുവം. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ അത് കറുത്ത് വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പരുവം. ഇത് ഞാൻ തണുക്കാൻ വെച്ചു, ഒരു 10-20 മിനിറ്റ് തണുക്കാൻ വെച്ചു. എന്നിട്ട് നമുക്കിതൊരു വലിയ കണ്ണുള്ള അരിപ്പയിലോട്ട് കോരി ഒഴിച്ച് അരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഞെക്കി കൊടുത്താൽ അതിൽ നിന്ന് നെയ്യ് വീഴുന്നതാണ്. ഈ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് നെയ്യ് മുഴുവനായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇനി ഈ വേസ്റ്റിലും നെയ്യുണ്ട്. അത് നമുക്ക് പിന്നീട് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം. എന്നൊരു പാത്രത്തിലോട്ട് ഞാൻ ഈ വേസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ബാക്കിയിരിക്കുന്നതും കൂടി നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. ഇപ്പം ഞാനത് മുഴുവനായിട്ട് അരിച്ചെടുത്തു. ഇപ്പോൾ വലിയ കണ്ണുള്ള അരിപ്പയിലാണ് ഞാൻ അരിച്ചത്. ഇനി ഇത് പിന്നീട് നമുക്ക് ചെറിയ കണ്ണുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് നെയ്യെടുക്കാം. അല്ല, വേസ്റ്റ് എടുത്ത് പിഴിഞ്ഞെഴുമ്പോൾ തന്നെ അതിൽ നിന്ന് നെയ്യ് വരുന്നുണ്ട്. ചെറിയ ചൂടുണ്ട്. ഞാനിതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്.
ഇത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മുഴുവനായി ഞാൻ പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 100-150 ഗ്രാമോളം നെയ്യ് വരും അത്. ഇനി ഇത് വേണമെങ്കിൽ ഇനിയും ഇതിനകത്ത് നമുക്ക് നെയ്യ് എടുക്കാം. അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒക്കെ തിളപ്പിച്ചെടുക്കാം. ഞാനതിന് മെനക്കെടുന്നില്ല. ഇപ്പം ഞാൻ ആദ്യം എടുത്ത നെയ്യ് ഒരു ചെറിയ കണ്ണുള്ള അരിപ്പയിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഇത് ഒഴിച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം നെയ്യുണ്ട്. ഇത് നല്ല പ്യുവർ നെയ്യാണ്. 1/2 കിലോയോളം നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വേസ്റ്റിൽ നിന്ന് അരിച്ചതും ഞാൻ ഇതേപോലെ അരിച്ചെടുക്കുകയാണ്. അത് വേറെ പാത്രത്തിലോട്ട് വെക്കുകയാണ്. ഇപ്പോൾ രണ്ടും കൂടി ഒരു ഏകദേശം 650 ഗ്രാമോളം നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് തയ്യാറാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.